എല്ലാവർക്കും എൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ചെറിയ പൈനാപ്പിൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ജാറിലോട്ട് ഇടാം. ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ സ്പൂൺ നാരങ്ങാനീരാണ്. ഒരു നാരങ്ങയുടെ പകുതിയുണ്ട് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 2 കഷ്ണം ഇഞ്ചിയാണ്. നിങ്ങൾക്ക് ഒരു കഷ്ണം വേണമെങ്കിലും ചേർത്താൽ മതി കേട്ടോ. ഇനി ഒരു 3 സ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3/4 ഗ്ലാസോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പൈനാപ്പിൾ ജ്യൂസ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനൊരു അരിപ്പയിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എല്ലാം ഒഴിച്ചു. ഇനി നമുക്കിതൊരു സ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ജ്യൂസ് താഴത്തോട്ട് വീഴാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇങ്ങനെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നാരങ്ങാനീരും ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ജ്യൂസിൻ്റെ ആ ലെവൽ തന്നെ ഒന്ന് മാറും. വളരെ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലിത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.